തെറാപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കുട്ടികൾക്കുള്ള സംസാര വൈകല്യം കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട തെറാപ്പി കൊടുക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാരൻറ്റ് നമ്മൾ ആദ്യം കുട്ടിയെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ നോർമൽ കണ്ട കുട്ടികളെ പോലും അത്ര റെസ്പോൺസ് കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മളവരെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ കുട്ടിയൊന്ന് പറഞ്ഞു നോക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ കാര്യങ്ങളെല്ലാം പാരൻസിനും പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്, കുട്ടി എന്തൊക്കെ വാക്കുകളാണ് പറയാത്തത്, കുട്ടി എന്തൊക്കെ റെസ്പോൺസ് തരാത്തത്, ഇതെല്ലാം കറക്റ്റ് നോക്കിയെടുത്തിട്ട് നമ്മൾ അതിൽ വെച്ച് തന്നെ കുട്ടിക്ക് വർക്ക് ചെയ്യും. നമുക്ക് പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചില കുട്ടികൾക്ക് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങൾ ജനിക്കുന്ന കുട്ടികളുണ്ടാകും. കാരണം നമുക്ക് ആദ്യം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തെറപ്പി തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ചിലർക്ക് വൈകി അറിയാൻ കഴിയത്തുള്ളൂ. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അസസ്മെൻ്റ് എടുത്ത് നോക്കി വേണം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആദ്യത്തെ സൈൻ എന്ന് പറയാൻ ഹിയറിംഗ് ലോസ് ഉണ്ടാകും. ഹിയറിംഗ് ലോസ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ നേരത്തെ കേൾവി ചെയ്യുന്നുണ്ട്. അപ്പോൾ കേൾവി ടെസ്റ്റിലാണ് നടത്തിയ ശേഷം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും കേൾവിയുടെ കുറവാണെന്നുള്ളത്. പിന്നെയുള്ളത് സംസാര വൈകല്യം. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മൊബൈൽ ഫോൺ, TV കാര്യങ്ങളെല്ലാം കാരണം മൂലം അതൊരു സ്പീച്ച് ഡിലേ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വരുന്ന ഈസിയുള്ള കാര്യം.